ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള സമയമുണ്ട്. എപ്പോഴാണ് ഒരാൾ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്? ഇതിനൊരു ഒരു 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 ദ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നൊക്കെ പറയില്ലേ? വെൻ ഷുഡ് യു ഡു ഇറ്റ്? വാട്ട് ഈസ് ദ റൈറ്റ് ടൈം? ഇപ്പം നമ്മൾ ഒരു റിയൽ സെൻസിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേരെടുത്ത് വേരില്ലാത്ത സ്ഥലത്ത് വെക്കണം. അപ്പം നമ്മളത് ചെയ്യേണ്ട ഒരു സമയം നമ്മളുടെ വേരുകൾ പോയി കഴിയുമ്പോൾ നമ്മൾ ഫുള്ളി പോകണമെന്നില്ല. ഇപ്പം നമുക്ക് ഇവിടെ കുറച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ബോൾഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെയ്യാനുള്ള ഏരിയ കൂടുതലായിരിക്കും, ചിലപ്പോൾ നമുക്ക് എടുക്കാനായിട്ടുള്ള മുടി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ബോൾനെസ് തുടങ്ങി കഴിയുമ്പോൾ നമ്മളൊരു ഗ്രേഡ് 3 എന്നൊക്കെ പറയും. നമ്മൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ബേസിക്കലി ഇവിടുത്തെ നെറ്റി കയറി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റിന് ഓപ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വളരെ യങ് ഏജിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർ 18 വയസ്സ് 19 വയസ്സിലൊക്കെ വരുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെയർ ലൈൻ വീണ്ടും ചിലപ്പോൾ പുറകിലേക്ക് പോകാം. അപ്പോൾ നമ്മളൊരു 20 to 23 ഒക്കെയാണ് ഒരു ഐഡിയൽ ഏജ്. പക്ഷേ അതൊരു ഡെഫിനറ്റീവ് ഇതല്ല, ഇൻഡിവിജ്വൽ കേസസിൽ അത് വേരി ചെയ്യും. അപ്പോൾ നമുക്ക് ആ കഷണ്ടി വന്ന് നമുക്ക് ആ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ റിസൾട്ട് കിട്ടാണ്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ട്രാൻസ്പ്ലാന്റ് നല്ലൊരു ഓപ്ഷൻ. അതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇപ്പോൾ 23 ആ ഒരു ഏജ് പറഞ്ഞു തുടങ്ങാൻ. നമുക്ക് അങ്ങനെ ഒരു കട്ട് ഓഫ് ഇല്ല. പേഷ്യൻ്റ് നമുക്ക് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേഷ്യൻ്റ് ഫിറ്റ് ആണെങ്കിൽ നമുക്ക് അത് ചെയ്യാം.